മരണം പടിവാതിൽക്കിലെത്തി. ഇനി ദിവസവും സമയവും നിശ്ചയിക്കപ്പെട്ടാൽ മതി. കൈനിറയെ കുമിഞ്ഞുകൂടിയ പരിശോധനാ ഫലങ്ങളിൽ ഒന്നും പ്രതീക്ഷയുടെ ഒരു വരി പോലും കുറിക്കപ്പെട്ടിട്ടില്ല. എല്ലാ താളുകളും മരണസൂചനകളാണ്. ശേഷിക്കുന്ന ആഗ്രഹം നല്ലൊരു യാത്രയാണ്. ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഒരുക്കുന്നതിനായുള്ള യാത്ര. ഒരു ധ്യാനം, പൂർണ്ണമായൊരു കുമ്പസാരം, അവസാനമായൊരു വിശുദ്ധ കുർബാന. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ധ്യാനം കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഞാനൊരു അച്ഛൻ്റെ അടുത്ത് പോയി, ഞാനും വൈഫോ കൂടെ ഒരു അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി. അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ക്യാൻസർ ആണെന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അന്നേരമാണ് ശരിക്കും ക്യാൻസർ ആണെന്ന് വൈഫിനൊക്കെ മനസ്സിലാകുന്നത്. അതുവരെ അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇച്ചിരി സീരിയസ് ആണെന്നൊക്കെ അറിയത്തുണ്ടായിരുന്നുള്ളൂ. RCC പോകുന്നതെന്ന് പോലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും അത് കേട്ട് കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭയങ്കര പ്രാർത്ഥന, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഈ ബയോപ്സി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് വേണ്ടി ആരാധന വെച്ച് ഞങ്ങളെ നാട്ടിലുള്ള കോൺവെൻറ്റിൽ പ്രാർത്ഥിച്ചുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാരും എൻ്റെ അയൽക്കാരും എല്ലാം. അപ്പോൾ ഇതൊന്നും ഇവിടെ മാത്രം ആരും അറിഞ്ഞില്ല, എൻ്റെ വൈഫൊന്നും അറിയുന്നില്ലായിരുന്നു അതൊന്നും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ചോദിച്ചു, ക്യാൻസർ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും അവർക്ക് അതിൻ്റേതായ പേടിയുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലെന്നു. അതിനിടയ്ക്ക് RCC വരുമ്പോൾ ഒരു ദിവസം അനിയനോട് പറഞ്ഞു, ഇത് വൈഫിനോട് പറയണമെന്ന് പറഞ്ഞു. ഇനിയിപ്പം പറയാതിരുന്നിട്ട് കാര്യമില്ല, അപ്പം നിങ്ങൾ തന്നെ ചെന്ന് പറയണമെന്ന് പറഞ്ഞ് അനിയനെ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ അനിയൻ ഒരു ദിവസം എൻ്റെ കൂടെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ ആരെയും കൊണ്ടുവരികയില്ല, എൻ്റെ കൂടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരോടെല്ലാം പറഞ്ഞു വിട്ടിട്ടാണ് പോകുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രാവശ്യം അനിയൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം വന്നു. ഞാൻ എത്ര പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല, എന്നെ കൊണ്ട വിട്ടിട്ടേ പോരുന്നുള്ളതെന്നും പറഞ്ഞ് എൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ഡോക്ടർമാരത് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ തന്നെ വിടരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ കൂടെ ഡോക്ടർ പറഞ്ഞു വൈഫിനോടും മക്കളോടും പറയണം, ഇനിയിപ്പം പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞു വിട്ടേ. അപ്പോൾ അവൻ വീടെടുക്കാറായപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയോടും പിള്ളേരോടും പറയണമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ പോയിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ചേട്ടൻ അടിമാലിയിലാണ് താമസിക്കുന്നത്, കുരിശുപാറയിലായിരുന്നു. അപ്പോൾ കുരിശുപാറയ്ക്ക് ഞാൻ അവിടെ പിന്നെ ഇവിടുന്ന് 3 ദിവസമായിട്ട് ഞാൻ കുരിശുപാറയിലിട്ട് തന്നെ പോയി. അവിടെ വീട്ടിൽ ചെന്ന് പിന്നെ ചേച്ചിയോട് വിവരങ്ങൾ പറയുമായിരുന്നു. ചേച്ചിയോട് പറഞ്ഞിട്ടും ചാച്ചനോടൊക്കെ ഞങ്ങൾ ഏറ്റവും ഒടുവിലാണ് വിവരങ്ങൾ പറയുന്നത്. ചാച്ചനൊക്കെ അതുകൊണ്ട് കാര്യമായിട്ട് വിവരം അറിയിക്കുന്നില്ലായിരുന്നു. എല്ലാവർക്കും ഇത്ര ബുദ്ധിമുട്ട് വിഷമങ്ങൾ ആയതുകൊണ്ട് അവിടെ പോയി പിന്നെ ചേച്ചിക്കും പിള്ളേർക്കും ആദ്യം വിവരം അറിയത്തുള്ളായിരുന്നു. കൊച്ചിന് തന്നെ എന്താ പ്രശ്നമെന്ന് ആദ്യം അറിയത്തില്ല, അത്ര കൂടിയ വിവരങ്ങൾ പറയുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നീട് ഇവിടെ വന്നിങ്ങനെ ചാച്ചനോടൊക്കെ ഞങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ പോകുന്നു എന്ന് മാത്രമേ പറയാറുള്ളായിരുന്നു. ചാച്ചനൊക്കെ ഓരോ സംശയങ്ങളും ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കുക, എവിടെയാണ് പോകുന്നത്, എന്താ കുഴപ്പമെന്ന്. പക്ഷേ ചാച്ചനോട് എങ്ങനെ പറയണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് പോലും നമ്മളിവിടെ പാപ്പന്മാരുണ്ട്, അളിയനുണ്ട്, ഇവരും ഞങ്ങൾ മാത്രമേ ആദ്യമായിട്ട് ഇത്ര വിവരങ്ങൾ പറയുന്നുള്ളായിരുന്നു. അപ്പോൾ ഞാനും പിള്ളേരും ചോദിക്കും കുറഞ്ഞോന്ന്, അന്നേരം പറയും കുറഞ്ഞു. അത് കഴിയുമ്പോൾ വീണ്ടും പോകും അടുത്ത ആശുപത്രിയിൽ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു പിന്നെ ഇത് കുറഞ്ഞിട്ടില്ല, പിന്നെ വേറെ ആശുപത്രിയിലേക്ക് തന്നെ പോകുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ചാച്ചൻ വന്നു കൂട്ടിനായിട്ട്. ചാച്ചനും പിന്നെ അനിയന്മാരും വന്നു. അനിയന്മാർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പനിയൊന്നും അല്ല ചേച്ചി, അസുഖം കുറച്ച് കൂടിയതാണെന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ കാര്യങ്ങളല്ല ഇനി നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ ഇപ്പം അങ്ങനെ തോന്നാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്നെങ്ങാനും മരിച്ചു പോയാൽ നീ എന്നായി ചോദിച്ചു. അത് മരിക്കുമ്പോഴത്തെ കാര്യമില്ല, അത് അന്നേരം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അന്നേരം തീരുമാനിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ മതിയെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് കിടന്നു. തിരിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് കിടന്നത്. എനിക്കറിയാം എന്ത് പറ്റുമെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അന്നേരം ഡിസംബർ മാസം കഴിഞ്ഞു. ഡിസംബർ ലാസ്റ്റിലാണത് പറയുന്നത്. അതായത് ഡിസംബർ 20-ാം തീയതി തന്നെ RCCയിൽ നിന്ന് തിരിച്ചു വിട്ടു. അതിനാണ് 20-നും 28-ാം തീയതി ഞാൻ ധ്യാനത്തിന് പങ്കെടുക്കാൻ പോയി. അതിനിടയ്ക്കുള്ള ഒരു ദിവസമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരിക്കും 3 മാസം എനിക്ക് സമയമുള്ളൂ. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ മാർച്ച് മാസത്തിൽ ഞാൻ മരിക്കും തീർച്ചയായിട്ടും. അതിന് മുമ്പ് അതിനപ്പുറം പോവുകയില്ല. അങ്ങനെ തീരുമാനിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് കരച്ചിലടക്കാൻ പറ്റാതെ കരച്ചിൽ വന്നു. ഞാൻ കടിച്ച് പിടിച്ച് പുതപ്പൊക്കെ വായി വെച്ച് ഞാൻ കിടന്നു. എന്തായാലും അങ്ങനെ അനങ്ങാതെ കിടന്നു. അതിനുശേഷം 2-3 ദിവസം കഴിയുമ്പോൾ ധ്യാനത്തിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ എനിക്കൊരു ധ്യാനം കൂടണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ സാബുബ്രതൻ്റെ ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സാബുബ്രതനെ പറ്റി അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ വേറെ എവിടെയും പൊക്കോളാം, അവിടെ പോകുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ അവിടെ അവിടെ ഞാൻ കുമ്പസാരിപ്പിക്കാൻ പോകുന്നതാണ്,
എനിക്ക് നന്നായിട്ടറിയാം, ഹീലിംഗ് പവർ അവിടെയാണ് കൂടുതൽ, അതുകൊണ്ട് നീ ആദ്യം അവിടെ പോകും, അത് കഴിഞ്ഞ് വേണേൽ വേറെ എവിടെയും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വികാരിച്ചനോട് വന്ന് പറഞ്ഞു. വികാരിച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ സ്ഥാപുബ്രതൻ്റെ ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അവിടെ തന്നെ പോകും, അവിടെ പോയിട്ട് വരുമ്പോൾ ഇതിൻ്റെ എല്ലാ പ്രശ്നവും മാറിക്കോളുമെന്ന്. അപ്പോൾ അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തൊട്ടുള്ള എല്ലാ കാര്യവും അച്ഛനറിയാമായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി ഒരു കുർബാന ചെല്ലാനുള്ള പൈസ കൊടുക്കും. എന്നിട്ട് അച്ഛനോട് പറയും, എനിക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലണം, ഇന്ന ടെസ്റ്റിനാണ് ഞാൻ പോകുന്നത്, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, ഞാൻ നിന്നെ കുർബാനയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, നീ ധൈര്യമായിട്ട് പോകുമോ, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും. ഓരോ പ്രാവശ്യം അച്ഛൻ ആശ്വസിപ്പിച്ച് എന്നെ പറഞ്ഞു വിടും. പക്ഷേ ആശുപത്രിയിൽ ചെന്ന ഡോക്ടർമാരുടെ മറുപടി കേൾക്കുമ്പോൾ ഞാൻ ആകെ തകർന്ന് തിരിച്ചു വരും. അങ്ങനെ ഓരോ പ്രാവശ്യം അവസാനം ഞാൻ ധ്യാനത്തിന് പോകാൻ നേരത്തും അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോകും, ഇതിൻ്റെ എല്ലാ പ്രശ്നവും തീരുമെന്ന്. എല്ലാ ദിവസങ്ങളും തന്നെ സോയി എൻ്റെ അടുക്കൽ വരികയും കുശലാന്വേഷണം നടത്തുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സോയി എൻ്റെ മുറിയിൽ വന്നിട്ട് തനിക്കത് ഗൗരവമായ ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് പറയുകയും വളരെ സങ്കടത്തോടെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ സോയിയെ ധൈര്യപ്പെടുത്തി, ശ്രീ സാബു ആറുതൊട്ടി ബ്രദറിൻ്റെ ധ്യാനത്തിന് പോയി കൂടിയാൽ തീർച്ചയായും നിൻ്റെ രോഗം തമ്പുരാൻ സുഖപ്പെടുത്തി തരും എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും അടുത്ത ആഴ്ചയിൽ തന്നെ സോയിയെ ധ്യാനത്തിന് പറഞ്ഞയക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ ബലിയിൽ വളരെ തീഷ്ണതയോടെ സോയിയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഡിസംബർ മാസത്തിൽ ഞാൻ ലാസ്റ്റ് സൺഡേയിലാണ് ധ്യാനം. അന്ന് പാമ്പാടി ഗുഡ് ന്യൂസ് വെച്ചാൽ ധ്യാനം നടക്കുന്നത്. അവിടേക്ക് പോയി. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. അവിടെ ചെന്നു, ധ്യാനത്തിൽ പങ്കെടുക്കാൻ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ചിന്ത ഇത്രയേ ഉള്ളൂ, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരം തീരുമ്പോഴേ തിരിച്ചു പോരാം. കാരണം എൻ്റെ ശരീരമൊക്കെ അപ്പോഴത്തേക്ക് നീര് വെക്കാൻ തുടങ്ങി. അപ്പോൾ നീര് വെച്ച് കഴിഞ്ഞാൽ അധികം ദിവസം പോയാൽ 10-15 ദിവസം എന്നൊക്കെയാണ് ഓരോ ഡോക്ടർമാരുടെ അഭിപ്രായം. അവൻ നീര് വെക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി, കൂടിപ്പോയാൽ 1 മാസം അതിനുള്ളിൽ ഞാൻ മരിച്ചു പോകും. അപ്പം കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു പോരാം എന്നുള്ള ചിന്തയോടെ ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിൽ നീര് കയറി, എൻ്റെ മുഖമെല്ലാം ഭയങ്കരമായിട്ട് നീര് വെച്ചു. അപ്പം 2ാമത്തെ ദിവസമായിരുന്നു കുമ്പസാരം. ഉച്ച കഴിഞ്ഞ് ഞാൻ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം, പാപത്തിൻ്റെ ക്ലാസ് കേട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുത്തു. അതുമായിട്ട് അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. അച്ഛൻ്റെ അടുത്ത് പോയി പേപ്പറിലുള്ളതെല്ലാം ഞാൻ കൃത്യമായിട്ട് അച്ഛനോട് പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് കുമ്പസാരിച്ചത്. കുമ്പസാരം എല്ലാം കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ഒരു ക്യാൻസർ രോഗിയാണ്, എന്നെ ഡോക്ടർമാർ ഉപേക്ഷിച്ച് വിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നെ ഡോക്ടർമാരെ ഉപേക്ഷിച്ചിട്ടുള്ളൂ, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നിന്നെ രോഗം സൗഖ്യമാക്കിയ കർത്താവ് വിടുള്ളൂ എന്നൊക്കെ എന്നോട് അച്ഛൻ പറഞ്ഞു. അതെല്ലാം കേട്ടാലും എനിക്കൊന്നും തോന്നിയില്ല. കാരണം എങ്ങനെയായാലും എൻ്റെ അവസ്ഥ ഇതാണ്, ഇത് ദൈവം ഇവിടെ വെച്ച് രക്ഷിക്കുമെന്ന് എനിക്കൊരു യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. കാരണം ദൈവം സ്വർഗ്ഗത്തിലിരിക്കുന്നു. ആ സ്വർഗ്ഗത്തിലേക്ക് മരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഈശോ തീരുമാനമെടുക്കും, അവിടെ നിന്നെ എങ്ങോട്ട് വിടണം, നരകത്തിലോട്ട് വിടണോ സ്വർഗ്ഗത്തിലോട്ട് വിടണോ എന്നൊക്കെ അവിടുന്ന് തീരുമാനിക്കുന്നതായിരുന്നു എൻ്റെ ചിന്തയുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം എന്ന് തീരുമാനിച്ചത്. കുമ്പസാരം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരാനാണ് ഞാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഞാനിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആലോചിച്ചു, തിരിച്ച് വീട്ടിലോട്ട് പോയാൽ ഏതെങ്കിലും ആശുപത്രിയിൽ തന്നെ ആക്കും, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലാക്കും. കാരണം ഡോക്ടർമാർ പറഞ്ഞായിരുന്നു പാലിയേറ്റീവ് കെയറിലെങ്കിലും ആക്കുന്നതാണ് നല്ലതെന്ന്. കാരണം രോഗമായിട്ട് വീട്ടിൽ കിടക്കുമ്പം മക്കൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അവരുടെ പഠനത്തെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് പാലിയേറ്റീവ് കെയറിലാക്കാനാണ് RCC അവർ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓർത്തപ്പം തീരുമാനിച്ചു, തിരിച്ച് വീട്ടിൽ പോയാൽ ഒന്നെങ്കിൽ ആശുപത്രിയിലാക്കും, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലാക്കും. അത് വേണ്ട, മരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് നമ്മൾ മരിക്കട്ടെ, ഇതൊരു ധ്യാനകേന്ദ്രമല്ലേ എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും ധ്യാനത്തിന് കയറി. അങ്ങനെ തിരിച്ച് കയറി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം സൗഖ്യപ്രാർത്ഥന ഉണ്ടായിരുന്നു. ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയോട് കൂടെ സൗഖ്യപ്രാർത്ഥനയാണ്. ആ സമയത്ത് സാബു ബ്രദർ വെച്ച് പറഞ്ഞു, നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ 2 കൈയും പൊക്കി സ്വർഗ്ഗത്തിലോട്ട് നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിനെ നീ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണേ, നരകത്തിലേക്ക് വിടരുതേ, എൻ്റെ ആത്മാവിനെ നീ ഏറ്റെടുത്തോണേ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചിന്ത വന്നു, എൻ്റെ ഭാര്യയും മക്കളെ ഞാൻ പെട്ടെന്ന് ഓർത്തു. അന്നേരം പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഈ 3 പേരെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇവരെ ഞാൻ നിന്നെ തിരിച്ച് ഏൽപ്പിക്കുക, നീ ആർക്കാണെ കൊടുത്തു, ആരെയാണ് ഏൽപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് എന്നെ ആരോ ഒന്ന് തൊട്ട പോലെ എനിക്ക് തോന്നി. എൻ്റെ വയറിൻ്റെ ഭാഗത്ത്, ഏതാണ്ട് ഈ ഭാഗത്താണ് വന്ന് തൊട്ടത്, നെഞ്ചും കുഴിയിൽ ഇവിടെ വന്ന് തൊടുന്നതായിട്ട് തോന്നി. അപ്പോൾ പെട്ടെന്ന് ഞാൻ കുനിഞ്ഞു നോക്കി ആരെയാണ് തൊട്ടിരിക്കുന്നതെന്നാണ്. അപ്പം നോക്കുമ്പോൾ ആരെയും കാണാനില്ല, പക്ഷേ തൊട്ട ഒരു വിരൽ കുത്തിയിരിക്കുന്നതായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം.
പെട്ടെന്ന് ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു പോകാൻ തുടങ്ങാമെന്നാണ് എനിക്ക് സംശയം തോന്നി. അപ്പോഴത്തേക്കും അത് അവിടെ നിന്ന് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാനിപ്പം മരിക്കും. ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ എന്നെ ആത്മാവിനെ നീ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണേ, നരകത്തിലോട്ട് ഇടരുതേ എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുന്നു. ആരാധന എല്ലാം തീർന്നു, എല്ലാവരും ശാന്തമായിട്ടിരുന്നു, ഞാൻ അവിടെ ഇരുന്നു, എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ ഞാൻ തിരിച്ചു പോയി, അന്ന് ആരാധന കഴിഞ്ഞ് തിരിച്ചു പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഹാളിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മരണത്തെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെ മരിക്കും, എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ക്യാൻസർ രോഗിയായിരുന്നു. അദ്ദേഹമാണെങ്കിൽ രാവിലെ തൊട്ടേ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എനിക്കാണെങ്കിൽ ഒന്നും പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, കുരിശിൻ്റെ വഴി ചെല്ലുന്നു, ഇതെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നേ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, ഒന്നുമില്ല, ഞാനിങ്ങനെ മരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. ആ മനുഷ്യനാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ മനുഷ്യനെ നീ സുഖപ്പെടുത്തണേ, എൻ്റെ കാര്യം ഏതായാലും പോക്കാം, നീ ആ മനുഷ്യനെ സുഖപ്പെടുത്തണേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന സമയത്ത് ഞാൻ കയ്യെ പിടിച്ചപ്പോൾ എൻ്റെ മോതിരം അറിയാതെ കയ്യെ നൂരി വന്നു. അന്നേരം ഞാൻ എൻ്റെ കയ്യിലോട്ടൊക്കെ നോക്കുന്നത്, കയ്യെ നോക്കുമ്പോൾ ഒരു ശകലം പോലും നീരില്ല. തലേദിവസം ഈ മോതിരം മുറിച്ച് കളയണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അന്നേരം തീരുമാനിച്ചു വേദന കൂടുമ്പം പോയി മുറിക്കാമെന്നൊക്കെ ഓർത്താണ് ഞാൻ ബാക്കി ധ്യാനത്തിനായിട്ട് ഇരുന്നത്. ഒരു ശകലം പോലും നീരില്ല, തന്നെയല്ല കൈയെല്ലാം മെലിഞ്ഞ് തന്നെ മോതിരം ഊരി വരുന്ന അവസ്ഥയിലായി. തലേദിവസം അത് ഒട്ടും കാണത്തില്ലായിരുന്നു. അന്നേരമാണ് ഞാൻ പിന്നെ കാലേ നോക്കുമ്പോൾ കാലയിൽ ഒട്ടും നീരില്ല. വേഗം ഞാൻ എഴുന്നേറ്റ് പോയി എൻ്റെ കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി. തലേദിവസം എനിക്ക് തന്നെ അറപ്പാവുന്ന രീതിയിലായിരുന്നു, മുഖത്തോട്ട് നോക്കാൻ തോന്നിയില്ലായിരുന്നു, അത്രമാത്രം നീരായിരുന്നു. ഒരു നീരിന് മുകളിൽ ഒന്നുകൂടെ കയറിയിരിക്കുന്ന പോലെയൊക്കെ മുഖത്ത് നീരായിട്ടിരുന്നു. ഒരു ശകലം പോലും നീരില്ല, എൻ്റെ പഴയ അവസ്ഥയിലോട്ട് വന്നു. വേഗം ഞാൻ അവിടെ പോയി ഒരു ശുശ്രൂഷനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ധ്യാനത്തിന് വന്നപ്പോഴത്തെ അവസ്ഥയും ഇപ്പം ഇന്നലെ ഉണ്ടായ അനുഭവം ഒക്കെ ആയിട്ട് ഞാൻ കാര്യങ്ങളും പറഞ്ഞു. ഇന്നലെ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി, ഇന്ന് രാവിലെ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും നീരില്ല എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് സാബുബ്രദറിൻ്റെ അടുത്ത് പോയി പറയാമെന്ന് പറഞ്ഞ് സാബുബ്രദറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു ഇത് പൂർണ്ണമായിട്ട് ഹീലിംഗ് ആണ്, പക്ഷേ ധ്യാനം കഴിഞ്ഞിട്ട് പോയി സ്കാൻ ചെയ്തിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന്. ബാക്കി ദിവസങ്ങൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്ന് ധ്യാനം കൂടി. ധ്യാനം തീർന്നു. പിറ്റേ ദിവസം നേരെ ബാംഗ്ലൂർ പോയി HCG ഹോസ്പിറ്റലിൽ പോയി ഡോട്ടാ പെറ്റ് സ്കാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഡോക്ടർ അതെല്ലാം ഇടപാട് ചെയ്ത് തന്നു. ഞാനും എൻ്റെ അനിയനും കൂടെ പോകുന്നത്. അവിടെ എനിക്കൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സുഹൃത്തും വന്നു. ഞങ്ങൾ 3 പേരും കൂടെ പോയി ഡോട്ടാ പെറ്റ് സ്കാൻ ചെയ്യാനായിട്ട് ചെന്നു. അതിൻ്റെ അവിടെ ഡോക്ടറെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ ഞങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം വാങ്ങിച്ചു. റിപ്പോർട്ടെല്ലാം നോക്കി വെച്ച് പറഞ്ഞു ഇതിനി ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ റിപ്പോർട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഉടനെ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനത് എല്ലാം പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്താണ്, ആ ഡോക്ടറുടെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞ് എൻ്റെ സുഹൃത്ത് ഡോക്ടർ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഡോട്ടാ പെറ്റ് സ്കാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് എന്നെ പരിശോധിച്ചു. അതിനുശേഷം പറഞ്ഞു ഡോട്ടാ പെറ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടു. അവിടെ പോയി സ്കാൻ ചെയ്തു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഈ റിപ്പോർട്ട് വന്നിട്ട് പോയാൽ മതി. ഞങ്ങൾ തീരുമാനിച്ച് അന്ന് സ്കാൻ ചെയ്തിട്ട് തിരിച്ചു പോരാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, ഇത് കണ്ടിട്ട് പോന്നാൽ മതി, റിപ്പോർട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് 2ാമത്തെ ദിവസം റിപ്പോർട്ട് വന്നു. വൈകിട്ട് 5 മണിയായപ്പോഴാണ് റിപ്പോർട്ട് കിട്ടുന്നത്. അനിയൻ പോയി റിപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നോട് പറഞ്ഞു റിപ്പോർട്ട് കിട്ടി കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പുള്ള എല്ലാ റിപ്പോർട്ടുകളും കിട്ടുമ്പോഴേ എടുത്ത് വായിക്കും. ഒറ്റ റിപ്പോർട്ട് പോലും എനിക്ക് അനുകൂലമായിട്ട് തന്നിട്ടില്ല, എല്ലാം ഓപ്പോസിറ്റ് റിപ്പോർട്ടുകളാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആകെപ്പാടെ വിഷമമാകും, സങ്കടമാകും. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് കാണണ്ട. അപ്പോൾ എന്നെ ശരിക്കും എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. അതിൽ എന്താ എഴുതിയിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായി പെട്ടെന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്തും ഞാനും അനിയനും കൂടെ ഡോക്ടറെ കാണാനായിട്ട് റിപ്പോർട്ടുമായിട്ട് പോയി. ചെന്ന് കഴിഞ്ഞപ്പം ഫ്രണ്ട് ഓഫീസിൽ ഡോക്ടർ ഇരിപ്പുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ റിപ്പോർട്ട് വാങ്ങിച്ച് ഉടനെ ചോദിച്ചു ഡോട്ടാ പെറ്റ് സ്കാൻ ചെയ്തോ എന്ന് ചോദിച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ഡോക്ടർ അവിടെ ചാടി എഴുന്നേറ്റു. ഇതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് പോയി, മെയിൻ ഡോക്ടറുടെ അടുത്തേക്ക്. അപ്പോഴത്തേക്ക് അനിയൻ ഓടി വന്ന് പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞപ്പം ഡോക്ടറെ കാണാനിരിക്കുന്നതിൻ്റെ ഏറ്റവും പുറകിൽ പോയി ഒരു മൂലയ്ക്ക് ശരിക്കും ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്, എന്താ പറയുന്നതെന്ന് അറിയാൻ നോക്കിയിരിക്കുന്നത്, ഏറ്റവും മൂലയിൽ പോയി ഇരിക്കുവാണ്. ശരിക്കും പേടിച്ചാണ് ഞാനിരുന്നത്. അത് കേട്ടപ്പോഴേ ഞാനും ചാടി എഴുന്നേറ്റു. ഞങ്ങൾ നേരെ അകത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്കും മെയിൻ ഡോക്ടർ എൻ്റെ പഴയ റിപ്പോർട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നതെല്ലാം എടുത്തു വെച്ചു, പുതിയ റിപ്പോർട്ടും എടുത്തു വെച്ചു. മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ട് അവിടെ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇത് നിൻ്റെ പഴയ റിപ്പോർട്ടാണ്, ഇത് വെച്ച് നീ മരിക്കേണ്ട സമയമായി. പക്ഷേ പുതിയ ഈ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പമില്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല.
എനിക്കിപ്പം 60 വയസ്സോളമായി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറാണ്. ഇതുമായിട്ട് വന്ന ഒരാൾ ജീവിതത്തിലോട്ട് തിരിച്ചു പോകുന്നതിന് ആദ്യം കാണുവാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഭയങ്കര അത്ഭുതത്തോടെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു ചികിത്സയും നീ ചെയ്യണ്ട, നീ ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ, നിനക്കൊന്നും സംഭവിക്കില്ല, ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ അസുഖം ഏതാണെന്നൊക്കെ ഇങ്ങനെ പുള്ളി പറഞ്ഞാൽ നമുക്കറിയാം. അസുഖം ഉണ്ടെന്ന് തന്നെ നമുക്കറിയാമായിരുന്നു. അന്നേരം പ്രാർത്ഥിക്കുക, ദൈവം ഒന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ ചെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി, അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരോടും ദൈവത്തിനോട് നന്ദി പറഞ്ഞു, ദൈവം ഒന്നും വരുത്തിയില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടറെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അന്ന് തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോരാൻ പ്ലാൻ ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. എന്നിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. തിരിച്ചിവിടെ വന്ന് അടുത്ത ദിവസം തന്നെ പോയി RCC പോയി ഡോക്ടറെ കണ്ടു. എൻ്റെ റിപ്പോർട്ടുകളെല്ലാം കൊടുത്തു. അപ്പം ഡോക്ടർ റിപ്പോർട്ടെല്ലാം വായിച്ചു വെച്ച് പറഞ്ഞു, ഇതിലിപ്പം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയത്തില്ല, ഇതെന്നാണ് സംഭവം എന്നറിയത്തില്ല, എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. വേണമെങ്കിൽ ഇടയ്ക്ക് വന്ന് ഓരോ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ വന്നിട്ട് ചെക്കപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഒന്നുകൂടെ സ്കാൻ ചെയ്തു. പക്ഷേ അതിന് മുമ്പ് ചെയ്ത ഒരു സ്കാനിങ്ങിലും ഇല്ലാത്ത പോലെ വ്യത്യാസമാണ് അതിൽ കണ്ടത്. ട്യൂമറുകളൊന്നുമില്ല, എല്ലാം നോർമലായിട്ട് കണ്ടു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞാൽ 4 മാസം കൂടുമ്പോൾ വന്ന് ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇന്ന് വരെ ഞാൻ പിന്നെ തിരിച്ചങ്ങോട്ട് പോയിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ വൈഫിനോടെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയായിരുന്നു പ്രശ്നങ്ങൾ, ക്യാൻസറായിരുന്നു, അങ്ങേയറ്റമായിരുന്നു, മരിച്ചു പോകുന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, കുറേയൊക്കെ എനിക്ക് അവസാനമായപ്പോഴത്തേക്കും മനസ്സിലായി, എന്നാലും പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പം അവൾ മക്കളെ 2 പേരെയും കൂട്ടി രാത്രി മുഴുവൻ പ്രാർത്ഥനയായിരിക്കും. രാത്രിയിൽ ഈ രൂപത്തിന് പിന്നെ തിരിയും കത്തിച്ച് വെച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. കൊച്ചാണേ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്. അവൻ മുട്ടയിൽ നിന്ന് ഉറങ്ങുമായിരുന്നു പറഞ്ഞു, ഉറങ്ങി താഴെ വീഴും, എന്നാലും വീണ്ടും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പം ഞാൻ RCC തന്നെ ഉപേക്ഷിച്ച് വിട്ട് കഴിഞ്ഞപ്പം ഒരു തീരുമാനമെടുത്തു, ഇനിയിപ്പം എന്തായാലും മരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒരുക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം വീടിൻ്റെ പണി കുറച്ച് തീരാണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി മേസ്ത്രിമാരോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2-3 ദിവസം പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല, വരാമെന്ന് പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. വന്ന് തറ മാത്രം കിട്ടിയിട്ടു, ബാക്കി പണിക്ക് വിളിച്ചിട്ട് എത്തുന്നുമില്ല. എനിക്കാണെങ്കിൽ ധ്യാനത്തിന് പോകണം. അപ്പോൾ ധ്യാനത്തിന് ഞായറാഴ്ച പോകണം, ശനിയാഴ്ച വൈകുന്നേരം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് അദ്ദേഹം, ചെയ്യുകയാണെങ്കിൽ നീ ഇപ്പം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തുണ്ടാകില്ല, അതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ധ്യാനത്തിന് പോവാണ്. അപ്പം പറഞ്ഞു, നീ പൊക്കോ, ഞങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങളത് ചെയ്ത് തീർത്തേക്കാമെന്ന് പറഞ്ഞു. എനിക്കത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു, കാരണം കുറേ ദിവസം പറഞ്ഞിട്ടും ചെയ്യാതിരുന്നതാണ്. എന്നാലും ഞാൻ ധ്യാനത്തിന് പോയിട്ട് ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോണെല്ലാം വാങ്ങിച്ചു വെച്ചു. ധ്യാനം കഴിഞ്ഞാണ് പിന്നെ ഫോണ് തരുന്നത്. ഫോണ് കൈ കിട്ടിയപ്പോഴേ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു. അവർ പണിയാൻ വന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അവർ പണിയാൻ വന്നു, മുഴുവൻ പണിയും തീർത്തു, ഇനി ചെറിയ പണികളും കൂടെ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാ പണികളും തീർത്തു എന്ന്. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി, കാരണം ഞാൻ അവിടെ നിന്നിട്ട് അത്രയും ദിവസം നിന്നിട്ടും ഒരു കാര്യം ചെയ്തില്ല. പക്ഷേ ഞാൻ ധ്യാനത്തിന് പോകുന്ന സമയത്ത് എൻ്റെ എല്ലാ പണികളും കൃത്യമായിട്ട് അവർ വന്ന് തീർത്തു. അവർ കൂടുതൽ ആൾ വന്ന് 4 ദിവസം കൊണ്ട് എല്ലാ പണിയും തീർത്തു വെച്ചു. അപ്പോൾ അതുപോലെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ചിന്തിച്ചു, ഇനിയിപ്പം ഞാൻ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തണം. എൻ്റെ കടബാധ്യതകളൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം തീർത്തു വെച്ചു. പിന്നെ ഞാൻ വലിയൊരു പോളിസി എടുത്തു. അതിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു പോളിസി എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോളിസി എടുത്തു. അത് പോളിസി എടുക്കാനായിട്ടൊരു ഏജൻറ്റിനെ വീട്ടിലോട്ട് വിളിച്ച് വരുത്തി എടുത്തേ. അപ്പോൾ ഏജൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പോളിസി എടുക്കുമ്പം ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടിയ പോളിസി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് വലിയ പോളിസികളൊക്കെ ഉണ്ട്, അത് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒറ്റ തവണ അടയ്ക്കുന്നൊരു പോളിസി ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം അവർ അതിപ്പോൾ ഇല്ല, അത് നിർത്തി കളഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ ഏതാ എടുക്കാവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വലിയ പോളിസികളുണ്ട്, അപ്പം അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് പറ്റിയില്ല, ഡോക്ടറെ കാണാനൊന്നും പോകാൻ നേരമില്ല, കാരണം എൻ്റെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 15 ലക്ഷത്തിൻ്റെ ഒരു പോളിസി ഉണ്ട്, അതിന് വേണമെങ്കിൽ ഡോക്ടറെ കാണാതെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതിൻ്റെ എന്തോ ഒരു തടസ്സമുണ്ട്, അതിന് വേറൊരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വേറെണ്ണം ഉണ്ട്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എത്ര വെച്ച് അടയ്ക്കണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, 3 മാസം കൂടുമ്പം 12,000 രൂപ അടയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് ഏറ്റവും കൂടിയത്, ഡോക്ടറെ കാണാതെ ചെയ്യാവുന്ന അതാണ് ഏറ്റവും കൂടിയതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അങ്ങനെ ആ പോളിസിയൊക്കെ എടുത്തു. അവരുടനെ തന്നെ അത് അടച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് പോളിസിയും കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, 1-2 തവണ അടയ്ക്കേണ്ടി വരും, അതിൽ കൂടുതൽ എന്തായാലും വേണ്ടി വരികയില്ല എന്നുള്ള ബോധ്യത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ശരിക്കും ഞാനത് പെട്ടിരിക്കുകയാണ്. ഇപ്പം 3 മാസം കൂടുമ്പം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം.
അപ്പോൾ 5 വർഷമായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊട്ടത്തരത്തിന് ചെയ്തു പോയ കാര്യങ്ങളതല്ല. പക്ഷേ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വന്നതോടെ ഞാൻ ശരിക്കും വീണ്ടും പഴയ രീതിയിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കാനാണ് ഞാൻ അന്നേരം ആഗ്രഹിച്ചത്. കാരണം എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നു, മരിച്ച് മനുഷ്യൻ ചെല്ലുമ്പം അവിടെ നിന്ന് തീരുമാനങ്ങളെടുക്കും. അവിടെയാണ് നമ്മുടെ വിധി പറയുന്നത്. പുസ്തകം എടുക്കുന്നു, നമ്മുടെ വിധി വായിക്കുന്നു, നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു, ഒന്നേ നരകത്തിലോട്ട് ഇല്ലേ സ്വർഗത്തിലേക്ക്. അപ്പോൾ ആ ഒരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തോടെ എനിക്കത് മാറി. ഞാൻ തീരുമാനിച്ചു ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് വേണ്ടി കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ധ്യാനത്തിനും പോവും. ധ്യാനത്തിന് പോയി പങ്കെടുക്കും. അതുപോലെ കൂട്ടായ്മകളിൽ എല്ലാം സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ഒരിക്കൽ പോലും മുടക്കാറില്ല. അങ്ങനെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് സ്വന്തമായി ആകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ജീവിതം. കർത്താവ് എനിക്ക് ചെയ്ത എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അതിനെനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനിയുള്ള ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി നന്ദിയായിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കണം. അങ്ങനെയാണ് എൻ്റെ മുന്നോട്ടുള്ള തീരുമാനം. അതനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. കർത്താവ് എങ്ങനെ ആഗ്രഹിക്കുന്നു, ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. എത്ര നന്ദി പറഞ്ഞാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും മതിയാകുന്നതല്ല കർത്താവിലുള്ള നന്ദിയെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഏത് കൃതജ്ഞതയായിട്ട് എങ്ങനെ അർപ്പിക്കണം, എങ്ങനെ ചെയ്യണം അതൊന്നും അറിയത്തില്ലെങ്കിലും അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നന്ദി ദൈവത്തിന് പൂർണ്ണമായിട്ടും എന്നെ സമർപ്പിച്ചുകൊണ്ട്. അത് ദൈവത്തോടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു നന്ദിയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതം അതിനുവേണ്ടി ആക്കിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയോ തെറ്റോ എങ്ങനെയാണോ കർത്താവിന് സ്വീകാര്യമാണോ എന്ന് പോലും അറിയത്തില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ അത് ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പൊക്കൊണ്ടേയിരിക്കുന്നു. മരിച്ച് ദൈവത്തിൽ യേശുവിൻ്റെ അടുത്ത് ചെല്ലണം, ഈശോയുടെ അടുത്ത് നിൽക്കണം. ആ ആഗ്രഹത്തോടെയാണ് ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വെള്ളം കോരിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അതോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ തിരുശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുന്നുണ്ട്. നമ്മുടെ ഇടവകയിൽ പ്രത്യേകിച്ച് ഈ പുതുവത്സരത്തിൻ്റെ സമയത്ത് രാത്രി ആരാധന ഞാൻ വന്ന് ഈ വർഷങ്ങളിലെല്ലാം അനിലാണ് നയിച്ചിരുന്നത്. ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ശുശ്രൂഷയിലായിരിക്കുന്ന സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി വിഷമിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ ശുശ്രൂഷകരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ഞാൻ ബ്രദർ സൂചിപ്പിച്ചു. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെയാണ്